ഗുഡ് ഡേ. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ A1 ലെവലിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ് എന്ന് നോക്കി. അതുപോലെ ഈ സെക്ഷനിൽ A2 ലെവലിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. A1 ലെവൽ മോസ്റ്റ് ബേസിക് ലെവലാണ് എങ്കിൽ A2 ലെവൽ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലെവലാണ്. A2 കംപ്ലീറ്റ് ചെയ്യുന്നൊരു സ്റ്റുഡൻറ്റ് സെൻറ്റൻസുകൾ എലാബറേറ്റ് ചെയ്ത് കണക്ട് ചെയ്യാൻ പഠിക്കുന്നു. ഒപ്പം ചെയ്യുന്ന ആക്ഷൻസിൻ്റെ റീസൺസ് പറയുന്നതിനും സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യുന്നതിനും സ്റ്റുഡൻറ്റിന് സാധിക്കുന്നു. സെൻറ്റൻസുകൾ കണക്ട് ചെയ്ത് ഫ്യൂച്ചറിനെ പറ്റിയും പാസ്റ്റിനെ പറ്റിയും മറ്റു ടോപ്പിക്കുകളെ പറ്റിയും ഡിസ്കഷൻസ് കണ്ടക്ട് ചെയ്യാൻ സ്റ്റുഡൻസ് കേപ്പബിൾ ആവും. നമ്മുടെ പ്രൊഫഷന്, ഡെയിലി ഷെഡ്യൂളുകൾ, പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷന്, ജർമ്മൻ ടെക്നോളജി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം A2 ലെവൽ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ഒരു സ്റ്റുഡൻറ്റ് മനസ്സിലാക്കാനും വായിക്കാനും ഒക്കെ പഠിക്കും. സബോർഡിനേറ്റ് കോൺജുഗേഷൻസ് ആയ ദസ്, വൈല്, അങ്ങനെയുള്ള ഗ്രാമർ പോർഷൻസ് എല്ലാം നമ്മൾ A2 ലെവലിൽ കംപ്ലീറ്റ് ചെയ്യുന്നു. ഒപ്പം ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യാനും പഠിക്കുന്നു. കേസസിലെ 4ാമത്തെ കേസായ ഗെനറ്റീവും നമ്മൾ A2 ലെവലിൽ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വെർബും കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതാണ് വെർഡൻ. വെർഡൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ A2 ലെവലിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കുന്നത് B1 ലെവലിലാണ്. A2വിൻ്റെ ക്ലാസ്സസ് വരുന്നത് 45 ഡേയ്സ് ആണ്. ആദ്യത്തെ 15 ഡേയ്സ് ഗ്രാമർ പോർഷനും ബാക്കി വരുന്ന 30 ഡേയ്സ് ജർമ്മൻ ലാംഗ്വേജിൻ്റെ A2 ലെവൽ പ്രിപ്പറേഷനുമാണ്. ഈ ഡേയ്സിനുള്ളിൽ ഒരു ഹാഫ് ഗ്രാമർ എക്സാമും ഫൈനൽ ഗ്രാമർ എക്സാമും ഒരു മോഡൽ എക്സാമും ഒരു ഫൈനൽ എക്സാമും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു. ഇത്രയാണ് A2വിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഫോർ മോർ ഇൻഫർമേഷൻസ് കോൺടാക്ട് വേഡ് അക്കാഡമി.